വലിയ പ്രോസസ്സ് ആത്മാവിൽ സംഭവിക്കും. നമുക്ക് വായിക്കാം, ഒരുമിച്ച് വായിക്കാം. ആമേൻ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിന്നിലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത് അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയുമില്ല. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ കർത്താവെ ഈ ദൈവവചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഒരു പുതുജീവൻ പ്രാപിപ്പാൻ ആമേൻ കർത്താവെ, ഒരു പുതുജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു പുതുജീവൻ പ്രാപിപ്പാൻ ആമേൻ ഈ നിമിഷം മുതൽ മുൻപോട്ട് ആമേൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന ഞങ്ങളുടെ ജീവനല്ല, ഞങ്ങളുടെ കഴിവല്ല കർത്താവെ, അത് അങ്ങയുടെ പുതുജീവൻ ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കുകയും അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ തിരിച്ചറിവുകളെ വലുതാക്കുകയും കർത്താവെ ഹല്ലേലൂയ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളങ്ങളെ തുറക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആമേൻ സ്തോത്രം ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും ആമേൻ സ്തോത്രം എല്ലാ ഇടിവുകളും ഇന്ന് പകലിൽ പണിയപ്പെടട്ടെ. ആമേൻ ആത്മാവിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു പിതാവേ. ആമേൻ അങ്ങയുടെ കരങ്ങൾ ഞങ്ങളോട് കൂടിയിരിക്കും. അങ്ങയുടെ ശബ്ദത്തിന് ഞങ്ങളെ ഉളവാക്കാനും അങ്ങയുടെ ശബ്ദത്തിന് അങ്ങയുടെ വചനത്തിന് ആമേൻ സ്തോത്ര തിരുവെഴുത്ത് പറയുന്നത് പോലെ ആമേൻ തിരുവെഴുത്തൊക്കെയും ദൈവശ്വാസീയമാകിയാൽ അതിനാൽ ദൈവത്തിന്റെ മനുഷ്യൻ ആമേൻ സ്തോത്ര ജീവൻ പ്രാപിക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ വചനത്താൽ ആമേൻ ആ ജീവനാൽ ഞങ്ങളെ ജീവനുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനമൊക്കെയും ദൈവത്തിന്റെ ശ്വാസമാണല്ലോ കർത്താവേ. ആമേൻ ഈ ശ്വാസത്തെ ഇന്ന് പകലിൽ ശ്വസിച്ച് ആമേൻ ഞങ്ങളിൽ ഒരു പുതിയ ആത്മമണ്ഡലം തുറന്നു വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തെ കർത്താവ് ഞങ്ങൾക്ക് ആമേൻ ആവശ്യം പോലെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ എല്ലാ വിവേകവും സകല ആമേൻ പരിജ്ഞാനവും ഞങ്ങളിലേക്ക് പകരണമേ കർത്താവേ. അങ്ങയുടെ റേമ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെങ്കിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ആമേൻ. ഞാൻ ഒത്തിരി സന്തോഷം. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ. ആമേൻ. വേഗത്തിൽ ആമേൻ സ്തോത്രം. ഞാൻ ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. വേഗത്തിൽ വചനത്തിലേക്ക്. എൻ്റെ ഹൃദയത്തിൽ ആമേൻ ഇന്ന് രാവിലെയാണ് ആമേൻ സ്തോത്രം സാംസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആമേൻ സ്തോത്രം ഞാൻ സങ്കീർത്തനങ്ങൾ എടുത്തപ്പം ആമേൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ടത് ഈ 51 ആണ്. നമുക്കറിയാം ഈ 51-നകത്ത് ആമേൻ ദാവീദ് ആമേൻ സ്തോത്രം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി സുപരിചിതമാണ്. ആമേൻ ദാവീദ് ആമേൻ ബേർശേബയുമായിട്ട് ആമേൻ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരാജയം സംഭവിച്ച ശേഷം ആമേൻ സ്തോത്രം നാഥാൻ എന്ന പ്രവാചകന് തൻ്റെ ജീവിതത്തിൽ വലിയൊരു ഫ്രീഡം ആമേൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പ്രാരംഭത്തിൽ ഈ സങ്കീർത്തനത്തിലേക്ക് മറ്റു വാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ആമേൻ സ്തോത്രം ദൈവത്തിന്റെ മനുഷ്യൻ
മനുഷ്യന്, ദൈവം വളർത്തുന്ന, ദൈവം നടത്തുന്ന, ദൈവം നയിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കാൻ അവൻ ഒരു വ്യക്തിക്ക് അവൻ സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്നത് അവൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അവൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ, ദൈവം വിളിച്ചിറക്കിയ മനുഷ്യൻ, ദൈവം അവൻ വഴി നടത്തുന്ന മനുഷ്യൻ, ദൈവത്താൽ അവൻ സ്തോത്രം പദവികളെ ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യന് അവൻ സ്തോത്രം എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ, ദൈവത്തിന്റെ ശബ്ദത്തെ ഐഡന്റിഫൈ ചെയ്യാൻ, ദൈവത്തിന്റെ ശബ്ദത്തെ അവൻ സ്തോത്രം അവനെ കറക്റ്റ് ചെയ്യുന്ന, അവനെ ശാസിക്കുന്ന, അവനെ റീഡയറക്ട് ചെയ്യുന്ന, അവനെ യൂ ടേൺ എടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന, അവന്റെ മുൻപിൽ തടസ്സം വെക്കുന്ന ഒരു ശബ്ദത്തിന് ഒരു ഫ്രീഡം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് പകലിൽ ആരംഭത്തിൽ പറയും, ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആമേൻ സ്തോത്രം, ആ ഫ്രീഡം ആത്മാവിൽ നമുക്കുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം നമ്മുടെ വഴി തെറ്റത്തില്ല. ആമേൻ ആ ഫ്രീഡം നമുക്ക് മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും വീണു പോകത്തില്ല. ആ ഫ്രീഡം നമുക്കുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം നാം എങ്ങും കുടുങ്ങിക്കിടക്കത്തില്ല. ആമേൻ സ്തോത്രം, ആ ഫ്രീഡം നഷ്ടപ്പെടുന്നിടത്ത് സംഭവിക്കുന്നത് ബ്ലോക്കേജുകൾ വരും, ആമേൻ റോങ് ടേണുകൾ വരും. ആമേൻ സ്തോത്രം, ആ ഫ്രീഡം നഷ്ടപ്പെടുന്നിടത്ത് ആമേൻ സ്തോത്രം അനേക നഷ്ടങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആമേൻ ആമേൻ. ആ നഷ്ടങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ ഒരു ശബ്ദം ആമേൻ എപ്പോഴും നമ്മെ നിയന്ത്രിക്കും. ഈ ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദാവീദിന്റെ പിന്നിൽ നിന്ന ദൈവത്തിന്റെ ശബ്ദമായി നിന്ന ഒരു മനുഷ്യനാണ് ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തി. ഈ ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏത് സമയത്തും ദാവീദിനെ കറക്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. ആമേൻ. പക്ഷേ അവൻ ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ താൻ രാജ്യഭാരം ഏൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തന്റെ വാഴ്ചയുടെ നല്ല ഗ്ലോറിയസ് ടൈമിലേക്ക് വന്നപ്പോൾ തനിക്ക് ശമൂവേലിനെ നഷ്ടപ്പെട്ടു പോയി. ശമൂവേലിനെ നഷ്ടപ്പെട്ടു പോയ ദാവീദിന്റെ പെയിൻ എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം അവിടെയാണ് അവൻ ദാവീദിന്റെ ലൈഫിൽ ആമേൻ സ്തോത്രം ചില കാര്യങ്ങൾ കയറി വരുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേൻ 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ ആമേൻ 2 ശമൂവേൽ 12-ാം അധ്യായത്തിനകത്ത് ആമേൻ സ്തോത്രം ഈ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് സംസാരിക്കുമ്പം ആമേൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. ആമേൻ സ്തോത്രം, തന്റെ അടുക്കൽ വന്ന വഴിപോക്കന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുക്കുവാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ച് അവൻ തന്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി ആമേൻ സ്തോത്രം പാകം ചെയ്തു. ഇവിടെ പറയുന്നൊരു കാര്യം, ഒരു വഴിയാത്രക്കാരൻ ആമേൻ സ്തോത്രം ദാവീദിന്റെ അടുക്കൽ വന്നു. അല്ലെങ്കിൽ ദാവീദിന്റെ കോണ്ടസ്റ്റുമായി നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ നാഥാൻ പറയുകയാണ്, ആമേൻ സ്തോത്രം ദാവീദ് നിന്റെ അടുക്കൽ ആമേൻ ഒരു വഴിയാത്രക്കാരൻ വന്നു. ആ വഴിയാത്രക്കാരന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആമേൻ സ്തോത്രം പലതും ചെയ്യാൻ നിനക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ആ ഓപ്ഷൻ സ്വീകരിക്കാതെ ആമേൻ സ്തോത്രം മറ്റൊരാളുടെ കുഞ്ഞാടിന്റെ മേൽ നീ കൈവച്ചു. അതിനെയാണ് അവൻ വലിയ പാപമായിട്ട് ദാവീദിന് നേരെ നാഥാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പറയാൻ വന്ന അതല്ല, പാപത്തെ കുറിച്ചോ പാപത്തിന്റെ വലിപ്പത്തെ കുറിച്ചല്ല. പറയാൻ വന്നൊരു കാര്യം ഇതാണ്. സാമുവേൽ ആമേൻ സ്തോത്രം മരിച്ച ഇടത്ത് ആമേൻ സ്തോത്രം സാമുവേൽ നിന്നിരുന്ന ഇടം എംപ്റ്റി ആയപ്പോൾ ആമേൻ സ്തോത്രം ദാവീദിനെ വിസിറ്റ് ചെയ്യാൻ ചില യാത്രക്കാർ വന്നു തുടങ്ങി. അവൻ സാമുവേൽ കവർ ചെയ്ത് പിടിച്ചിരുന്ന കവറിങ് മാറിയപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ, ആ എംപ്റ്റിനെസ്സിനകത്തുകൂടെ അവൻ ആ ഇടിവിൽ കൂടെ അവൻ സ്തോത്രം ദാവീദിനെ അവൻ എൻകൗണ്ടർ ചെയ്യാൻ പല സ്പിരിറ്റുകളും കയറി വന്നു. ഈ ദാവീദിനെ എൻകൗണ്ടർ ചെയ്ത സ്പിരിറ്റിന്റെ പേരാണ് സ്പിരിറ്റ് ഓഫ് ലസ്റ്റ് എന്ന് പറയുന്നത്. അവൻ ഈ സ്പിരിറ്റ് ഓഫ് ലസ്റ്റ് കയറി വരുന്നത് എവിടെയെന്ന് അറിയാമോ? അവൻ ദാവീദിന്റെ ജീവിതത്തിന്റെ നിർമ്മലതയെ മറച്ചു പിടിച്ച, അവൻ ദാവീദിന് ദൈവവുമായിട്ടുള്ള ഇന്റിമസിയെ മറച്ചു പിടിച്ച ഒരു സാമുവേൽ ഉണ്ടായിരുന്നു. അവൻ ദാവീദ് തന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ അവൻ വളരെ വ്യക്തിപരമായ മൂവിങ്ങിന്റെ തപ്പൊക്കൊണ്ടിരുന്നത്. പക്ഷേ ആ മൂവിങ്ങിനകത്ത് നിന്ന് അവൻ സ്തോത്രം അവൻ ദാവീദിനെ ഒരു രാജാവായി ലിഫ്റ്റ് ചെയ്യാൻ, അവന്റെ നോർമൽ ഇടയ ജീവിതത്തിൽ നിന്ന് അവനെ രാജാവാക്കി മാറ്റാൻ അവനെ കവർ ചെയ്ത് പിടിച്ച ഒരു അനോയിന്റിങ്ങിന്റെ പേരാണ് സാമുവേൽ. അവൻ കാലഘട്ടത്തിന്റെ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നതുകൊണ്ട് അവൻ കവർ ചെയ്ത് പിടിച്ച സമയത്ത് ദാവീദിന്റെ നേരെ അവനെ തന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. കാരണം വ്യക്തിപരമായി സാമുവേൽ ദാവീദിന് ദൈവത്തിന്റെ ശബ്ദം ലഭിക്കാത്തപ്പോൾ ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ കറക്ഷനുമായി ദാവീദിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരാൻ ഒരു ശമൂവേൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ശമൂവേൽ മാറിയ ഗ്യാപ്പിൽ, ശമൂവേൽ നഷ്ടമായ ഗ്യാപ്പിൽ അതുവരെ ദൈവത്തിന്റെ ശബ്ദമായി അവൻ ദാവീദിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ദാവീദിനെ നിയന്ത്രിക്കാൻ ആരും ഒന്നില്ല. ആ ഗ്യാപ്പിൽ സംഭവിച്ച ഒന്നിന്റെ പേരാണ് ഈ നാഥാൻ പ്രവാചകൻ പറഞ്ഞത്. ഒരു വഴിയാത്രക്കാരൻ അവനെ എൻകൗണ്ടർ ചെയ്തു.
ഞാനൊരു കാര്യം ആത്മാവിൽ ആരംഭത്തിൽ പറയുകയാണ്. അവൻ ആത്മാവിൽ നമ്മളെ കവർ ചെയ്യാൻ അവൻ സ്തോത്രം ഒരു ദൈവത്തിന്റെ കരമായി ഒരുവൻ നമ്മുടെ പിന്നിൽ നിൽക്കുമ്പോൾ അവൻ നമ്മളെ ഒഴിഞ്ഞു പോകുന്ന വഴിയാത്രക്കാരെ നമുക്ക് അറിയത്തില്ല. പക്ഷേ അവൻ ഈ കവറിങ് മാറുന്ന മൊമെന്റിൽ അവൻ സ്തോത്രം ഒരൊറ്റ മൊമെന്റിൽ അവൻ കവറിങ്ങിന്റെ അതിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദാവീദിന് സംഭവിച്ചെന്താ അറിയാം? ഒന്ന്, ദാവീദിനെ ദൈവം വിളിച്ചത് യുദ്ധം ചെയ്യാൻ അവൻ പോരാളിയായിട്ടാണ് വിളിച്ചത്. അവൻ ഈ വഴിയാത്രക്കാരൻ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് ദാവീദ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയാമോ? യുദ്ധത്തിലല്ല. അവൻ ഒരു സ്ഥലത്ത് യുദ്ധം നടക്കുമ്പോൾ ദാവീദ് അവിടെ പ്രസന്റ് ആയിരിക്കേണ്ട ആളാ. പക്ഷെ ആ യുദ്ധത്തിൽ പ്രസന്റ് ആവാതെ ദാവീദ് സ്തോത്രം മറ്റൊരിടത്ത് പ്രസന്റ് ആയി. എവിടെയാ? ദാവീദിന്റെ മട്ടുപ്പാവിൽ ദാവീദിന്റെ ബാൽക്കണിയിൽ വെറുതെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രസന്റ് ആയി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ ഇടങ്ങളിൽ നമ്മൾ പ്രസന്റ് അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ? അനാവശ്യമായ വഴിയാത്രക്കാരന്റെ എൻകൗണ്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കർത്താവ് എന്നോടും നമ്മളോട് പറയുന്ന ഒരു ശബ്ദം ഇതാണ്. സ്തോത്രം, ദാവീദ് പ്രസന്റ് ആയിരിക്കേണ്ടുന്ന ഒരു യുദ്ധക്കളം മുൻപിലുണ്ട്. ആ യുദ്ധക്കളത്തിൽ ഇവൻ ഫോക്കസ്ഡ് ആയിരുന്നെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിക്കത്തില്ല. സ്തോത്രം, ദാവീദ് പാപത്തിൽ വീഴത്തില്ല, ഊരിയാവ് വാളുകൊണ്ട് മരിക്കത്തില്ല. സ്തോത്രം, ദാവീദിന് ജനിച്ച കുഞ്ഞു പോലും മരിക്കുന്ന അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു. എവിടെയോ എടുത്തു വെച്ചൊരു സ്റ്റെപ്പിന്റെ റോങ് ആയി എടുത്തു വെച്ചൊരു സ്റ്റെപ്പ് ദാവീദിന് നഷ്ടപ്പെട്ടു. ഇതിൽ ദാവീദിനെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ദൈവം എന്തുകൊണ്ട് ദാവീദിനോട് വീണ്ടും സ്തോത്രം ഗ്രേഷ്യസ് ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. ദൈവം എന്തുകൊണ്ട് വീണ്ടും ഒരു നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു? ദൈവത്തിന് അറിയാം, ഈ ദാവീദിന് ഒരു അപ്പന്റെ സ്പേസിന്റെ മിസ്സിംഗ് ഉണ്ടായിരുന്നു. ആ മിസ്സിംഗിൽ നിൽക്കാൻ ഒരു ശമൂവേൽ ഉണ്ടായിരുന്നു. എവിടെയാണോ ശമൂവേൽ ആബ്സെന്റ് ആയി പോയത്, അവിടെ ദാവീദിന്റെ ജീവിതത്തിൽ അനാവശ്യമായ നടത്തങ്ങൾ, അനാവശ്യമായ തിരിവുകൾ, സ്തോത്രം, ആയിരിക്കേണ്ടടുത്ത് ആയിരിക്കാൻ കഴിയാത്തതുപോലെ സമയങ്ങളെ മിസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ഇതിനകത്ത് ദാവീദിനോട് ദൈവത്തിനുള്ള ഗ്രേസ്, ദാവീദിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം എന്നറിയാം? മോനെ, സ്തോത്രം, ദാവീദ് നാഥാനോട് പറഞ്ഞു കാണും, ദൈവം നാഥാന്റെ ഹൃദയത്തിൽ ഇത് ഇടപെടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ശമൂവേൽ ഇല്ലാത്ത സ്പേസിൽ ദൈവത്തിന് ഫ്രീഡം ഉള്ള ഒരാളെ അവൻ കയറ്റിക്കൊടുത്തു. കർത്താവിന് അറിയാം, ദാവീദിനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ദാവീദിന്റെ മേൽ നിന്ന് ആത്മാവിനെ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. ദാവീദിനെ വീണ്ടും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. പക്ഷേ ദാവീദിനെ എന്നേക്കും ശിക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അവനെ മറച്ചു പിടിക്കേണ്ടുന്ന ആളുടെ ആബ്സെൻസ് ആണ് അവന്റെ മേൽ ഈ റോങ് ടേണിന് കാരണം. ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവിനോട് ഇന്ന് ഈ ദൈവശബ്ദം നിങ്ങളുടെ ഉള്ളിൽ ജീവനാകുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് മുമ്പോട്ട് പോകാം. സ്തോത്രം, നമ്മൾ എവിടെയെങ്കിലും കർത്താവിനോട് ഇങ്ങനെ തന്നെ പറയുന്നു, ആ കവറിങ്ങിന്റെ അകത്ത് നിന്ന് നമ്മുടെ ഹൃദയം എങ്ങോട്ടേലും മാറുന്നെങ്കിൽ സ്തോത്രം, നമ്മളെ എൻകൗണ്ടർ ചെയ്യാൻ പല വഴിപോക്കരും വെയിറ്റ് ചെയ്ത് പുറത്തു നിൽപ്പുണ്ട്. അതിനനുവദിച്ചു കൊടുക്കാതെ കർത്താവിലേക്ക് ചാരാൻ, കർത്താവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ഇന്ന് പകലിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം, കർത്താവിന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു കാര്യം ഇതാ. സ്തോത്രം, ആ സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. സങ്കീർത്തനത്തിന്റെ 51 സ്തോത്രം അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. സ്തോത്രം, 11 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ നിർത്താം. സ്തോത്രം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിന്നിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണം, എന്നാൽ എന്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. സ്തോത്രം, ഇവിടെ സംഭവിച്ച ഒരു കാര്യം, ദാവീദിന്റെ ലൈഫിൽ ഈ വഴിപോക്കനുമായുള്ള എൻകൗണ്ടർ സംഭവിച്ച് ദാവീദ് ഒരു വലിയ കാര്യം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്തോത്രം, അവന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ നീതിയെ ഘോഷിക്കുന്ന അധരത്തെ ബ്ലോക്ക് ചെയ്തു. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, അവന്റെ സ്തുതിയെ, അവന്റെ ആരാധനയെ ബ്ലോക്ക് ചെയ്തു. ഹല്ലേലൂയ. ഇന്റിമസി, ദാവീദിന്റെ ഇന്റിമസിയും ദാവീദിന്റെ ആരാധനയും ദാവീദിന്റെ ഇതെല്ലാം ദൈവവുമായിട്ടുള്ള നീതിബോധത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ആമേൻ. ഒരു നീതി, ദൈവവുമായിട്ടുള്ള അവന്റെ നീതിയുടെ എക്സ്ചേഞ്ചിൽ നിന്നാണ് അവൻ ഒരു എക്സ്ട്രീം ലെവൽ വർഷിപ്പറായി മാറിയത്. പക്ഷെ ഇപ്പം ഈ മേഖലയിൽ ഒരു വലിയ അടവ് സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ എഴുതിക്കുന്നത്, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. രക്തപാതകങ്ങൾ, നമ്മൾ അറിയാത്ത രക്തപാതകങ്ങളുണ്ട്. എന്താ പറയുക? ഏറ്റവും വലിയ രക്തപാതകം ദാവീദിന്റെ ജീവിതത്തിലെ നമ്മൾ ആരെയും കൊന്നിട്ടില്ല, നമ്മൾ ആരെയും ഫിസിക്കലി നമ്മൾ ആരെയും കൊന്നിട്ടില്ല.
പക്ഷേ ഞാൻ ഇത് ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്നൊരു കാര്യം എന്താണ്? ദാവീദിന്റെ സ്തോത്രം, രക്തപാതകം. ഇത്രേ ഉള്ളൂ. താൻ ചെയ്ത തന്റെ തെറ്റിനെ മറച്ചു പിടിക്കാൻ വേണ്ടി ഒരു ഊരിയാവിനെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. അവന്റെ മേൽ അവന്റെ മിസ്റ്റേക്കിനെ മറയ്ക്കാൻ വേണ്ടി, അവന്റെ മിസ്റ്റേക്കിനെ മറച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി അവനെടുത്തൊരു സ്റ്റെപ്പ്, അവന്റെ നീതിയെ തടഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. ഈ രാജാവെന്ന് പറഞ്ഞ രാജാവായി യഹോവയുടെ ജനത്തെ സ്തോത്രം നയിക്കുന്ന ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നീതിയെ ഘോഷിക്കുക എന്നാണ് അവന്റെ ഉത്തരവാദിത്വവും അവന്റെ മേൽ കിടക്കുന്ന പർപ്പസും. ഇത് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവന്റെ ഒരു തെറ്റിനെ മറയ്ക്കാൻ ശ്രമിച്ചത് ഒരു രക്തപാതകമായി മാറി. അതൊരു അനീതിയായി മാറി. ദൈവത്തിന്റെ നീതിയെ ഘോഷിക്കാനുള്ള പ്രാഗൽഭ്യത്തെ കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്തൊരു കാര്യം പറയുന്നത് സ്തോത്രം, കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ. എങ്കിൽ ഞാൻ നിന്റെ എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. രണ്ട് കാര്യങ്ങളാ. ഒന്ന് ദാവീദിന്റെ ദൈവ നീതിയെ തടയപ്പെട്ടു, രണ്ട് ദാവീദിന്റെ ആരാധനയെ തടയപ്പെട്ടു. വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പറയാം, കർത്താവുമായിട്ടുള്ള ഈ ആരാധന സ്തോത്രം ഇതെല്ലാം പറയുന്നത് ദൈവത്തിന്റെ വ്യക്തിപരമായ ഇന്റിമസിയിൽ നിന്ന് മാത്രം പുറത്തു വരുന്നതാണ്. എന്താണ് ദൈവത്തിൽ നിന്നുള്ള ഇന്റിമസി? ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇന്റിമസി എന്ന് മീൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അത് ഇങ്ങനെ പറയുന്നത് സ്തോത്രം, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എന്താണ് ഇന്റിമസി? ഇന്റിമസി എന്ന് പറഞ്ഞാൽ കർത്താവെ നിന്നെ ഒളിച്ചിട്ട് എനിക്ക് ഒന്നും പറയാനും ഇല്ല, ചെയ്യാനും ഇല്ല. ഞാൻ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാം, എനിക്കിനി ഇത് മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ ഞാൻ പറയും, മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പാകെ ഹൃദയം തുറന്നിരിക്കുന്നതാണ് സ്തോത്രം ഇന്റിമസി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദാവീദിനോട് കർത്താവ് ഈ ഇന്റിമസി ട്രാക്കിൽ പൊയ്ക്കൊണ്ടിരുന്ന ദാവീദ് അല്പമല്പമായി നീ ടേൺ ആയി പോയപ്പോൾ ഒരിക്കലും നീ എന്താ ഹൗ ഡു യു ഫീൽ? ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ രക്ഷയുടെ സന്തോഷം എന്റെ ഹൃദയത്തിൽ നിന്ന് പോയി. ഇരിക്കുന്ന ആർക്കെങ്കിലും കർത്താവിന്റെ സമാധാനം ഇന്ന് എല്ലാ കാര്യവും നന്നായി പോകുന്നുണ്ട്, പക്ഷേ ഉള്ളത്തിൽ എവിടെയോ സ്തോത്രം ദൈവത്തിന്റെ ആ രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു ലിബർട്ടിയാണ്, അതാ ദൈവം മുമ്പാകെയുള്ള ഫ്രീഡമാണ്. ആ ഫ്രീഡം ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഇന്റിമസി ട്രാക്കിൽ അല്പമെങ്കിലും സഞ്ചരിച്ചിട്ടുള്ളവരാണ് ഞാൻ പറയുന്നത്. എവിടെങ്കിലും അതിനൊരു ബ്രേക്ക് സംഭവിച്ചതുപോലെ ഒരു ഫീൽ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ഒരു റിഗ്രറ്റ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സമയമാണ്, എന്റെ സമയമാണ്. ഇത് നമ്മുടെ സമയമാണ്. എന്തിനു വേണ്ടിയാണ്? ഇത് റെസ്റ്റോർ ചെയ്യപ്പെടാനുള്ള ടൈം. ഇറ്റ്സ് എ ടൈം ഓഫ് റെസ്റ്റോറേഷൻ. ബിക്കോസ് കർത്താവ് പറയും സ്തോത്രം ദാവീദിനോട് ആരെ പറഞ്ഞ് രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടെന്ന്. ഹല്ലേലൂയ. ദാവീദ്, നീ എപ്പോഴെങ്കിലും ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? അവിടെ തൊട്ടാ തുടങ്ങുന്നത് രക്ഷയുടെ സന്തോഷം. പിന്നെ നീ എങ്ങനെ ഇത് അനുഭവിച്ചേ? ദാവീദ് പറയും, ഞാൻ ആത്മാവിൽ സഞ്ചരിച്ചു തുടങ്ങിയ കാലത്ത് എവിടെയോ എന്റെ ഹൃദയത്തെ മരണങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തൊരു ദൈവത്തിന്റെ കരമുണ്ട്. എനിക്കറിയാം സ്തോത്രം ക്രിസ്തു ദ്രവത്വം കാണാതെ ഒരുത്തൻ വരും. അവന്റെ മരണശേഷം സ്തോത്രം മരണത്തെ ജയിക്കുന്ന ഒരു വലിയ ജീവൻ വ്യാപരിക്കും. ആ ജീവൻ ഞാൻ ഇന്നേ അനുഭവിക്കുന്നു. ഞാൻ പറയാം, ദൈവവുമായിട്ട് ഇന്റിമസി ട്രാക്കിൽ ഓടിക്കൊണ്ടിരുന്നവരെല്ലാം സമയത്തിന് മുൻപേ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടുണ്ട്. സമയം ആയിട്ട് ഈ കാലഘട്ടത്തിലായിരിക്കുന്ന നമ്മളെ നാം അനുഭവിക്കുന്ന ക്രിസ്തുവിനെ തടയാൻ ആർക്കും പറ്റത്തില്ല. പക്ഷെ ഒരാൾക്ക് പറ്റും. ആർക്ക് പറ്റും? നമ്മുടെ കുറ്റബോധം നമ്മൾ ദൈവവുമായി തുറക്കാത്ത ഹൃദയത്തിന് നമ്മളെ തടഞ്ഞു നിർത്താൻ പറ്റും. എന്നെ തടഞ്ഞു നിർത്താൻ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എന്നെ തടഞ്ഞു നിർത്താൻ ലോകത്തിലെ ഒരു മനുഷ്യനും പറ്റത്തില്ല. ഒരു മനുഷ്യനും എന്നെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. കാരണം എന്നെ കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ. പക്ഷെ എന്നെ തടയാൻ എനിക്ക് കഴിയും. എങ്ങനെ കഴിയും? ഞാൻ എന്റെ ദൈവമായിട്ടുള്ള ഫ്രീഡത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ മറച്ചു തുടങ്ങിയാൽ പിന്നെ മുന്നോട്ട് ഒരുമിച്ചൊരു യാത്രയില്ല. ശ്രദ്ധിക്കത്. ആദമിനെ നോക്കുക, താൻ നഗ്നനാണെന്ന് അറിഞ്ഞു എന്ന് പറയുന്നു. ദൈവം പറഞ്ഞു അവൻ നഗ്നനാണെന്ന്. പിശാച് അവനെ തോന്നിപ്പിച്ചവൻ നഗ്നനാണെന്ന്. ആ നഗ്നത മറയ്ക്കാൻ ഇവൻ അത്തിയല കൂട്ടി തുന്നി. ഒരു മരത്തിന്റെ മറവിലിരുന്ന് ഇവൻ ശ്രമിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഇവനെ തന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത്തിയല കൊണ്ട് അവന്റെ ഗ്ലോറിയെ മറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം പറഞ്ഞു, നീ ഈ തോന്നൽ നിനക്ക് വന്നില്ല, നീ നഗ്നനാണെന്ന്. ഇനി ഈ തോന്നലും കൊണ്ട് നമുക്കൊരു ജീവിതം മുമ്പോട്ട് പറ്റത്തില്ല. ആദമേ, എനിക്ക് നിന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിന്നിലുള്ള ഗ്ലോറിയാണ്, ഞാൻ നിന്നിൽ പകർന്ന ഗ്ലോറിയാണ് ഞാനും നീ തമ്മിലുള്ള ഫെലോഷിപ്പിന് കാരണം. ഇപ്പൊ നീ അത്തിയല കൊണ്ട് നീ ആ ഗ്ലോറിയെ മറയ്ക്കുന്നെങ്കിൽ ഇനി എനിക്കും നിനക്കും തമ്മിൽ എന്തില്ല? സംസർഗമില്ല.
പക്ഷെ ഞാൻ നിന്റെ അപ്പനായതുകൊണ്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ നിന്നെ തോലുകൊണ്ട് ഞാൻ നിനക്കൊരു വസ്ത്രം തരും. അങ്ങനെയാണ് നമുക്ക് ഈ നേച്ചർ നമുക്കുണ്ട്, ഈ ഹ്യൂമൻ നേച്ചർ, നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ നേച്ചറിനെ കൊണ്ടാണ് ദൈവം അതിനെ കവർ ചെയ്തത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെയാണ് അവൻ കവർ ചെയ്തത്. പ്രിയമുള്ളവർ, ഞാൻ ഇത് പറയുമ്പോൾ ഇതിനകത്തൊരു ഫ്രീഡം ഉണ്ടാവട്ടെ ഇന്ന് പകലിൽ. അടുത്തൊരു കാര്യം, പ്രധാനപ്പെട്ട കർത്താവിന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു വാക്യം, ഒരു ഭാഗം കൂടെ പറയാം. അതിങ്ങനെയാണ്, സ്തോത്രം, നിന്റെ പ്രസാദപ്രകാരം. അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം, ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ദൈവത്തിന്റെ സ്തോത്രം, ദാവീദ് ഇങ്ങനെ പറയാണ്, ദൈവമേ ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത് അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അവൻ ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം, അവൻ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയുമില്ല. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കാണുന്ന ഒരു കാര്യം കണ്ടോ? ദാവീദ് പറയാണ്, നീ ഹനനയാഗത്തിൽ നീ പ്രസാദിക്കുന്നില്ല. സ്തോത്രം, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യായിരുന്നു. അവൻ എന്തുകൊണ്ടാണ് ദൈവം അവൻ കർത്താവ് തന്നെ നിയമിച്ച യാഗത്തിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല എന്ന് ദാവീദ് മനസ്സിലാക്കിയെന്ന് പറയും. ആ കാലഘട്ടത്തിൽ ദാവീദിനെ പോലെ യാഗങ്ങളെ ഇതുപോലെ മനസ്സിലാക്കിയ ആരുമില്ല. ഇപ്പൊ നമ്മളോട് കർത്താവ് പറയുന്ന നമുക്കറിയാം, സ്തോത്രം, ഈ യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഓടിപ്പോയി യാഗം കഴിച്ച പ്രശ്നം തീർന്നുള്ള മനസ്സില്ല. പക്ഷെ ദാവീദ് പറയാ, നിന്റെ യാഗം എന്ന് പറയുന്നത് ഹൃദയം നുറുങ്ങിയതാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പറയാൻ പറ്റും, ദൈവമേ എന്തുവാ ഞാൻ യാഗങ്ങൾ കഴിക്കുന്നതിലല്ല കാര്യം, എന്റെ ഹൃദയം തകരുന്നതിലാണ് കാര്യം. എന്റെ ഹൃദയം നുറുങ്ങുന്നതാണ് ആവശ്യം. ഞാൻ കുറെ കാളയെ യാഗം കഴിക്കുന്നതല്ല ഈ മൊമെന്റിൽ എനിക്ക് ആവശ്യം എന്ന് എനിക്ക് അറിയാം. കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, ദാവീദിന് റിയലൈസ് ചെയ്തു. ദാവീദിന് മനസ്സിലായി, ഞാൻ പാപം ചെയ്തതിന്റെ പേരിൽ ഓടിച്ചെന്ന് സ്തോത്രം, എനിക്ക് യാഗം കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കാണുന്ന ഈ സകല ആരാധനകളും പ്രാർത്ഥനകളും ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പറയും. ഇന്നർ ചേംബറിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഒരു സ്തോത്രം ഒരു ഇതുപോലൊരു അവസ്ഥ ഉണ്ടായാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, നീ ആരുടെ മുമ്പിൽ പോയി തുറന്നു കാണിക്കരുത്. ഡോണ്ട് ഡു ദാറ്റ്. ചെയ്യേണ്ട ഒരു കാര്യം, ഹനനയാഗങ്ങളോ സ്തോത്രം കാളെ ഇറക്കുന്നതല്ല നിന്റെ പണി, ഹൃദയം നുറുങ്ങിയത്. അടുത്തൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദാവീദ് അത് കഴിഞ്ഞിട്ട് കർത്താവിനോട് ഇങ്ങനെ പറയാണ്, സ്തോത്രം, നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണം, യെരൂശലേമിന്റെ മതിലുകളെ പണിയണം. യെരൂശലേമിന്റെ മതിലുകളെ പണിയണം. യെരൂശലേമിന്റെ മതിലുകളെ പണിത് കഴിഞ്ഞിട്ട് പറയാ, എന്നിട്ട് കാളക്കുറ്റന്മാരെ യാഗം കഴിക്കും. എന്താ? അപ്പം ഈ യാഗം കഴിക്കുന്നത് ആരാധന തന്നെയാണ്, പരിഹാരം തന്നെയാണ്. പക്ഷേ സ്തോത്രം, പൊളിഞ്ഞു കിടക്കുന്ന മതിലുള്ളപ്പോൾ ഈ യാഗം വാളിടല്ല. പൊളിഞ്ഞു കിടക്കുന്ന മതിലുകൾ ഉള്ളപ്പോൾ ഈ എന്തിന്റെ പേരിലാണെങ്കിലും ഈ യാഗങ്ങൾ സ്തോത്രം അത് സ്വീകരിക്കപ്പെടുന്നില്ല. പക്ഷെ കർത്താവ് ഇവിടെ ദാവീദ് പറയാണ് ദൈവത്തോട്, സ്തോത്രം, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. നമുക്കൊന്ന് ഈ മതിലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ കർത്താവിനോട്, മതിൽ കാണിക്കുന്നത് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ മാത്രമല്ല, പ്രൊട്ടക്ഷൻ ത്രൂ യൂണിറ്റി. പലതായിരുന്ന മെറ്റീരിയലുകൾ, പലതായിരുന്നവർ ഒരുമിച്ച് നിന്ന് ഒരു മതിൽ പോലെ പണിയപ്പെട്ടപ്പോൾ ആ യൂണിറ്റിയിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ വെളിപ്പെട്ടത്. ഇന്ന് പകലിൽ നമ്മളോട് പറയുന്നു, ഇന്റിമസിയിൽ പോകുന്ന ട്രാക്കിൽ എവിടേക്കോ നമുക്ക് ദൈവത്തിന് മുമ്പാകെ അടവുകൾ സംഭവിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മളോട് പറഞ്ഞു, മതിൽ പണിതാൽ, മതിലുകൾ പണിയപ്പെട്ടാൽ സ്തോത്രം ആരാധന വാളിടായി മാറും. മതിലുകൾ പണിയപ്പെട്ടാൽ യാഗങ്ങൾ സ്വീകാര്യമായി മാറും. മതിലുകൾ റീബിൽഡ് ചെയ്യപ്പെടുന്നിടത്ത് സ്തോത്രം വീണ്ടും യാഗങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകും. മതിലുകൾ റീബിൽഡ് ചെയ്യപ്പെടുന്നിടത്ത് വീണ്ടും യാഗത്തിന്റെ സൗരഭ്യവാസനകൾ യഹോവ ശ്വസിക്കും. അറ്റ്മോസ്ഫിയറുകൾ തിരിച്ചു വരും. മതില് പണിത്, അതാണ് ഡിവൈൻ ഓർഡർ. മതില് പൊളിഞ്ഞു കിടക്കെ ഉള്ള ആരാധനകളെല്ലാം ഡിസോർഡർ ആണ്. ഇത് സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നില്ല. എന്നാൽ കർത്താവ് മതില് പണിയപ്പെടുന്നിടത്ത്, യൂണിറ്റി റീബിൽഡ് ചെയ്യപ്പെടുന്നിടത്ത്, സ്നേഹം വർദ്ധിക്കുന്നിടത്ത്, ചേർത്ത് പിടിക്കൽ കൂടുന്നിടത്ത് ആരാധന വാളിടാകും. യാഗങ്ങൾ ഉയർന്നു വരും. യാഗത്തിന്റെ സ്തോത്രം ആ സീക്രട്ട് റിവീൽ ചെയ്യപ്പെടും. കർത്താവിനോട് പറഞ്ഞു, ഈ നമ്മുടെ അടുത്ത മൊമെന്റിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ലെറ്റ്സ് റീബിൽഡ് ദ വാൾ. നമ്മൾ ഒരിക്കൽ വാൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് വാളൊക്കെ സ്ട്രോങ് ആണെന്ന്. ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കണം. ഇടയ്ക്കൊന്ന് ഇറങ്ങി
അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടേക്കും ആരോ കിരണ്ടുന്നുണ്ട് അല്ലേ? ആരോ ഈ മതിലിനെ ലക്ഷ്യം വെച്ച് ആരൊക്കെ കിരണ്ടുന്നുണ്ട്. ഞാൻ പറയും, നമ്മുടെ ഈ വാള് ശരിക്കും സ്ട്രോങ് അല്ലെങ്കിൽ അവൻ ദാവീദിന്റെ ചുറ്റും നിന്നിരുന്ന അവൻ ശമൂവേൽ എന്ന വാള് വീക്കായപ്പോൾ, അല്ലെങ്കിൽ അവിടെ എംപ്റ്റി ആയപ്പോൾ, അത് പോയപ്പോൾ ദാവീദിനെ വിസിറ്റ് ചെയ്യാൻ അവൻ ഒരു വഴിപോക്കൻ വന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ വാള് അവൻ സ്ട്രോങ് അല്ലെങ്കിൽ, നമ്മുടെ വാള് വീക്ക് ആണെങ്കിൽ, നമ്മുടെ വാൾ എവിടെയെങ്കിലും അവൻ ബ്രോക്കൺ ആണെങ്കിൽ പലരെയും വിസിറ്റ് ചെയ്യാൻ പലത് കയറി വരും. സോ ലെറ്റ് us rebuild. ആമേൻ. നമ്മളൊന്ന് പ്രാർത്ഥനയിൽ, എനിക്കറിയത്തില്ല സങ്കീർത്തനത്തിൽ വേറൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ച, പക്ഷെ പരിശുദ്ധാത്മാവ് ഇതിനെങ്ങനെ ടേൺ ചെയ്ത് വിട്ടതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൻ ഇതൊരു പ്രിപ്പയർഡ് സ്പീച്ച് ഒന്നുമല്ല, ഇത് ലൈവായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ദാവീദിന്റെ ഹൃദയത്തെ അവൻ കണ്ടൊരു കർത്താവ് ഉള്ളത് കൊണ്ടാണ് അവന്റെ അടുക്കിലേക്ക് നാഥാനെ വിട്ടത്. ഞാൻ പറയും, ഒരിക്കലും നാഥാനോട് മുഷിയരുത്. നാഥാന് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു, കാരണം ദാവീദുമായിട്ട് അത്ര നല്ല അവനൊരു നല്ല ട്രാക്കിലല്ല, മീൻസ് അങ്ങനെ ഒരു ഫ്രീഡം നാഥാൻ ഇല്ലായിരുന്നത് കൊണ്ട് നാഥാന് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഈ കാര്യം പോയി പറയുമ്പം ദാവീദ് എങ്ങനെ ഇതിനോട് പ്രതികരിക്കും. ഞാനൊരു കാര്യം പറയാം, കർത്താവിനും പലർക്കും ഇതുപോലെ ഭയമാണ്. നിന്നോട് സംസാരിച്ചാൽ നീ എങ്ങനെ പ്രതികരിക്കും? ആ ഫ്രീഡത്തിലേക്ക് ഹൃദയത്തെ ഒന്ന് കൊടുത്താൽ അവൻ ഇന്ന് പകല് ചിലത് റീബിൽഡ് ചെയ്യപ്പെടും. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്ന ദൈവവചനം നിങ്ങൾക്ക് ഒരു പുതുജീവനാകുന്നുണ്ടോ? അവൻ നിങ്ങളെ ഇന്ന് പകലിൽ പുതിയതൊന്നിനു വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനോടൊന്ന് പറഞ്ഞ് അവൻ ഇതൊരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആയിട്ട് ചെയ്താട്ടെ. അവൻ, കർത്താവേ, ഞങ്ങളെ പണിയണമേ കർത്താവേ, ഞങ്ങളെ പണിയണമേ. ആ ഫ്രീഡത്തെ തിരികെ കൊണ്ടുവരണമേ. ഞങ്ങളെ ശാസിക്കാനുള്ള ഫ്രീഡത്തെ തിരികെ കൊണ്ടുവരണമേ. അവൻ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള ഫ്രീഡത്തെ തിരികെ കൊണ്ടുവരണമേ. കർത്താവെ, ഞങ്ങൾ എവിടെ ഇനിയിപ്പോ കർത്താവെ ആ മേഖലയിൽ ഒരു വീക്ക്നെസ് വന്ന് എവിടെങ്കിലും വീണുപോയെങ്കിൽ, എവിടെങ്കിലും മതിൽ പൊളിഞ്ഞെങ്കിൽ, കർത്താവെ അതൊന്ന് റീബിൽഡ് ചെയ്യണമേ. അവൻ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അവൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ അവൻ ഈ സത്യം നമ്മളെ സ്വതന്ത്രമാക്കട്ടെ. ഈ സത്യം ഇന്ന് പകലിൽ പലരെയും അവൻ ഇതിനകത്ത് സ്വതന്ത്രമാക്കട്ടെ. അവൻ എല്ലാ ഫ്രീഡങ്ങളും തിരികെ വരട്ടെ. അവൻ ശത്രു ലക്ഷ്യം വെച്ച ഇടിവുകൾ ഇന്ന് പകലിൽ പണിയപ്പെടട്ടെ. അവൻ ശത്രു ലക്ഷ്യം വെക്കുന്ന ഇടിവുകൾ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ റീബിൽഡ് ചെയ്യപ്പെടട്ടെ. ഞങ്ങളുടെ നല്ല പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങളോട് ഹൃദയമായി സംസാരിച്ചല്ലോ. അവൻ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇന്ന് പകൽ ഇതൊരു ദൈവശബ്ദമായി മാറുന്നതിനായി നന്ദി. കർത്താവേ, ഞങ്ങളെ റീബിൽഡ് ചെയ്യണമേ. ഞങ്ങളെ കർത്താവെ ആ ഇന്റിമസിയുടെ ഫ്രീഡത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. കർത്താവെ, ഞങ്ങളുടെ മിസ്സിങ്ങുകളിൽ കൂടെ കയറിക്കൂടി എല്ലാ വഴിപോക്കന്മാരെയും തിരിച്ചറിഞ്ഞ് അവൻ ഇന്ന് അതിനെ ട്രീറ്റ് ചെയ്യാതെ നാഥൻ ദാവീദിനോട് പറഞ്ഞു, അവൻ അതിനു വേണ്ടി പാകം ചെയ്യേണ്ടതിന് അവനൊരു ആട്ടുംകുട്ടിയെ തിരഞ്ഞു. കർത്താവ്, ഞങ്ങളിലുള്ള ഞങ്ങളുടെ സ്വന്തം ആട്ടുംകുട്ടിയോ മറ്റൊരാളുടെ ആട്ടുംകുട്ടിയോ അവൻ അതെന്തുമായിക്കോട്ടെ, പക്ഷേ വരുന്ന വഴിപോക്കരെ അവൻ ട്രീറ്റ് ചെയ്യുന്നതല്ല ഞങ്ങളുടെ പണി, അതല്ല ഞങ്ങളുടെ ജോലി. കർത്താവെ, അവൻ അങ്ങനെ വന്ന എൻകൗണ്ടറുകളെല്ലാം അവൻ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ വിവേചിച്ച് അതിന്റെ മേൽ ജയഘോഷം കൊണ്ടാടുവാൻ, അതിനെ ജയിപ്പാൻ ഞങ്ങളുടെ മേൽ അവൻ ദൈവം തുറന്നു പിടിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷന്റെ കൈകൾ, പ്രൊട്ടക്ഷന്റെ ശബ്ദങ്ങൾ, ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന ദൈവശബ്ദങ്ങൾ, ഞങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവശബ്ദങ്ങൾ എല്ലാം അവൻ വീണ്ടും വൈകാരികമാകാതെ ആത്മാവിൽ ഞങ്ങളുടെ മേൽ അവൻ വർദ്ധിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് താഴ്ത്തുന്ന പിതാവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം.